അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന, വചനമൊക്കെ പഠിക്കുന്ന നല്ലൊരു കുടുംബം. കർത്താവ് ദാനമായിട്ട് നൽകിയ ഈ കുഞ്ഞ് 7 വർഷമായി കഴിഞ്ഞാണ് ഈ കുഞ്ഞിനെ കിട്ടുന്നത്. നമ്മുടെ ധ്യാനത്തിൽ 2-3 ധ്യാനം പങ്കെടുത്തു. 4ാമത്തെ ധ്യാനത്തിൽ വെച്ച് കർത്താവ് അനുഗ്രഹിച്ചു. അങ്ങനെ ഈ കുഞ്ഞിനെ കിട്ടിയ സാക്ഷ്യം, അങ്ങനെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് ജോസ് എമ്മാനുവൽ, വീട് കട്ടപ്പന, വൈഫ് സിൻഡിൽ ജോസ്, മോള് എൽഡ മരിയ ജോസ്. ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ്. ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം മക്കളുണ്ടാകാതെ വന്നു. ഈ മെയ് മാസത്തെ ധ്യാനത്തിന് എൻ്റെ സ്കൂളിലുള്ള ഒരു ലാബ് അസിസ്റ്റൻ്റ് ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നു. അവരെൻ്റെ സാക്ഷ്യം കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് വിശ്വാസം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു, സാർക്ക് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ് കേട്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ കുറേ വർഷങ്ങൾ ഞങ്ങളത് കഴിഞ്ഞ് ബ്രദറിൻ്റെ 2 ധ്യാനം കൂടി. 2ാമത്തെ ധ്യാനത്തിന് പ്രാർത്ഥനയിൽ ബ്രദർ പറഞ്ഞു മക്കളുണ്ടാവും. ഞങ്ങൾ ഒത്തിരി ചികിത്സകളൊക്കെ ചെയ്തായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് മക്കളുണ്ടായി, ഒരു മോളുണ്ടായി. നന്നായിട്ട് ഏതായാലും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാം ഭംഗിയായിട്ട് നടന്നു. മോക്കിപ്പം 2.25 വയസ്സായി, 3 വയസ്സാകാൻ പോകുന്നു. ഞങ്ങൾക്ക് 2ാമത് ലഭിച്ച വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഇവിടെ ബ്രദറിൻ്റെ ധ്യാനം കണ്ടിട്ട് ഞങ്ങളുടെ വിശ്വാസം ദൃഢപ്പെട്ടു. ഏറ്റവും എനിക്കിപ്പോഴും ഉള്ളൊരു കാര്യമാണ്. ഞങ്ങളതുകൊണ്ട് എല്ലാ വർഷവും ഒരു ധ്യാനം വെച്ച് കൂടും. അപ്പം അതിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയ മറ്റൊരു വലിയ ഒരു കൃപയെന്ന് പറയുന്നത്, ബ്രദറിൻ്റെ ഒരു പുസ്തകമുണ്ട്. ഞാൻ മക്കളുള്ള മാതാപിതാക്കൾ നിർബന്ധമായിട്ടും അത് മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. വാഗ്ദത്ത വചനങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഞാൻ ഇന്നും അതിനകത്തുള്ള വചനങ്ങൾ എനിക്ക് കാണാപ്പാടമാണ്. എല്ലാ നിയോഗങ്ങളിലും എല്ലാ ദിവസവും ഞാൻ ആ വചനം ചൊല്ലിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്, ഇല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ചെല്ലും. അത് കാണാതെ അറിയാം. അതിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ മകൾ എന്നുള്ളതാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ മാതാപിതാക്കൾ അത് വായിച്ച് മക്കൾ കേൾക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് അനുഗ്രഹം മക്കളിലൂടെ നമുക്ക് ലഭിക്കും. അങ്ങനെ ദൈവവിശ്വാസത്തിലോട്ട് ഒത്തിരി ആഴപ്പെടാനായിട്ടൊക്കെ ഞങ്ങൾക്ക് ഈ ധ്യാനം കൊണ്ട് സാധിച്ചു. ഒത്തിരി നന്ദി ബ്രദറിന്, ഒത്തിരി നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കുടുംബത്തെ ഓർക്കണം എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഹല്ലേലൂയ. നമ്മുടെ ധ്യാനത്തിൽ കൂടിയാണ് ആഴമായ വിശ്വാസത്തിലേക്ക് വന്നതല്ലേ? അതെ, വിശ്വാസത്തിലേക്ക് വന്നു. വചനം ഇവർ പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തു, ഇനിയും കുഞ്ഞിനെ കൊടുക്കണം അല്ലേ? ഇനിയും വേണം കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. സാറ് എവിടെ പഠിപ്പിക്കുന്നത്? ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്നു, കോളേജിൽ പഠിപ്പിക്കുന്നു, BCM കോളേജിലല്ലേ? ന്യൂമാൻ കോളേജിൽ പഠിപ്പിക്കുന്നു. 2 പേരും അധ്യാപകരാണ്. നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം.